കേരള കൈറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുംബൈയിലെത്തി ജീവിത വിജയം കൈവരിച്ചവരെയും പുതുതലമുറയിലെ പ്രതിഭകളെയും പരിചയപ്പെടുത്തുന്ന ഒപ്പം എന്ന പരിപാടിയാണ് അടുത്തത്. മറുനാട്ടിൽ ചേക്കേറിയെങ്കിലും അവരുടെ വൈഭവങ്ങളും കഴിവുകളും വേണ്ടെന്ന് വെക്കാൻ മലയാളികൾക്ക് കഴിയില്ല. അത്തരത്തിൽ മറുനാട്ടിൻ പ്രതിഭകളെ കണ്ടെത്തി അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒപ്പത്തിൽ ഞങ്ങളുടെ ഒപ്പം ഒരു ചെറുപ്പക്കാരനാണ്. കോട്ടയം സ്വദേശിയായ ആശിഷ് അബ്രഹാം. നമസ്കാരം ആശിഷ് അബ്രഹാം. താങ്കൾ മുംബൈയിൽ വന്നിട്ട് എത്ര നാളായി? പിന്നെ എന്തൊക്കെ ചെയ്യുന്നു? ശരിക്കും മുംബൈയിൽ ഞാൻ എത്തിയത് 2003 ഇപ്പം ഏകദേശം 13 വർഷം കഴിഞ്ഞു. മുംബൈയിൽ ഇപ്പോൾ ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഒപ്പം കലാപ്രവർത്തനങ്ങളും അതിനോടൊപ്പം കൊണ്ടുപോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കലാജീവിതത്തിന് ഒരർത്ഥം വരുന്നത് മുംബൈ വന്നു കഴിഞ്ഞിട്ടാണ്. നാട്ടിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സ്കിറ്റിന് പോലും ഞാൻ ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാത്ത ഒരാളാണ്. മുംബൈയിൽ വന്നതിന് ശേഷം ഏകദേശം 2010 ശേഷമാണ് ശരിക്കും കലാരംഗത്തേക്ക് സജീവമായിട്ട് കടന്നു വരുന്നത്. താങ്കൾ നാടകനടൻ മാത്രമല്ല, കവിയാണ്, ആങ്കറിങ് ചെയ്യും, മിമിക്രി ചെയ്യും. അപ്പോൾ സ്റ്റേജ് ഷോയിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? സ്റ്റേജ് ഷോകളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ കലാഞ്ജലി തിയേറ്റേഴ്സിൻ്റെ അടക്കം നാടകങ്ങളിൽ അഭിനയിക്കുമ്പോഴാണ് മുംബൈയിലെ അറിയപ്പെടുന്ന ഗായകനായ മധു നമ്പ്യാരാണ് എന്നെ ആദ്യമായിട്ട് സ്റ്റേജ് ഷോകളിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗാനമേള ട്രൂപ്പുകളുടെ അവതാരകനായും ഇടവേളകളിൽ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടുമാണ് ആ രംഗത്ത് വന്നത്. താങ്കൾക്ക് കലാജീവിതത്തിൽ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഇതുവരെ മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്? മുംബൈയിലെ കലാപ്രവർത്തനങ്ങൾക്കിടയിൽ അങ്ങനത്തെ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല വേദികളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് തന്നെ മുംബൈയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംഗീത ട്രൂപ്പായ രാഗലയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് വേളയിൽ ഈ വേള എത്തിയത് പ്രശസ്ത സംഗീതജ്ഞൻ TS രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത ജീവിതത്തിലൂടെ ഒരു യാത്ര തന്നെയായിരുന്നു ആ പരിപാടി. അപ്പോൾ ആ പരിപാടിക്ക് ശേഷം രാധാകൃഷ്ണൻ സാർ തന്നെ വേദിയിൽ വന്ന് എന്നെ അനുഗ്രഹിച്ച ഒരു ഇതുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഒരു കാലത്ത് മുംബൈയിൽ സാഹിത്യരംഗത്തിൽ വളരെ സജീവമായിരുന്നല്ലോ, ആ ഒരു അനുഭവം പറയാമോ? ശരിക്കും മുംബൈ വന്ന് ആദ്യ കാലഘട്ടത്തിലെല്ലാം സാഹിത്യ സദസ്സുകളിൽ സജീവമായിട്ട് തന്നെ ഞാൻ പങ്കെടുക്കാറാണ്. മുംബൈ സാഹിത്യവേദിയുമായി ബന്ധപ്പെട്ടും മറ്റ് പല സംഘടനകളുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ നടന്ന എല്ലാ കവിയരങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കേണ്ടതായിരുന്നു. 2009 എൻ്റെ ഒരു കവിതാ സമാഹാരം തിരുവനന്തപുരം പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുണ്ട്, നിശബ്ദ ഗർജനങ്ങൾ എന്ന പേരിൽ. അതുകൂടാതെ 1-2 പൊതുവായിട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ കവിതാ പുസ്തകങ്ങളിലും കുറേ കവിതകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് മുംബൈയിലെയും കേരളത്തിലെയും ആനുകാലികളിലൊക്കെ നിരവധി കവിതകൾ എഴുതുമായിരുന്നു. താങ്കളുടെ കലാസാഹിത്യ രംഗത്തിൽ മുംബൈ നഗരം എത്രത്തോളം ഹെൽപ്ഫുള്ളായിരുന്നു? ശരിക്കും എൻ്റെ മാത്രമല്ല, മുംബൈയിലെ എല്ലാ കലാപ്രവർത്തകർക്കും ഒരുപാട് പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്ന നഗരമാണ് മുംബൈ. മുംബൈ സാംസ്കാരിക ലോകം, മുംബൈയിലെ നിരവധി സംഘടനകൾ, മലയാളി സംഘടനകൾ, സാംസ്കാരിക മേഖലയിലുള്ള സാംസ്കാരിക പ്രവർത്തകർ, കലാപ്രവർത്തകർ എല്ലാവരും പുതുതായി നിരവധി കലാപ്രതിഭകൾ വളർന്നു വരുന്ന മലയാളികളുടെ ഇടയിൽ വളർന്നു വരുന്ന ഒരു നഗരം കൂടിയാണ്. ഇപ്പം നാട്ടിൽ നിന്ന് വിവിധ ഒരുപാട് കലാകാരന്മാരെയൊക്കെ മുംബൈയിൽ കൊണ്ടുവന്ന് കലാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർക്കെല്ലാം വേദി കൊടുക്കുന്നുണ്ട്. പക്ഷേ മുംബൈയിലെ അവരോട് കിടപിടിക്കത്തക്ക രീതിയിൽ ടാലൻ്റുള്ള നിരവധി യുവ കലാപ്രതിഭകൾ മുംബൈയിലുണ്ട്. അവരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് മുംബൈയിലെ ഓരോ സാംസ്കാരിക സംഘടനകളുടെയും പ്രവർത്തകരുടെയും ഉത്തരവാദിത്തമാണ്. അത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇനി താങ്കളുടെ ഫാമിലിയെ കുറിച്ച്? നാട്ടിൽ ഞാൻ കോട്ടയം ജില്ലയിലെ മീനട വന്ന ഒരു കൊച്ചു കാർഷിക ഗ്രാമത്തിലാണ്, വളരെ ഭംഗിയായ ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. നാട്ടിൽ ശരിക്കും അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ ഒരു സഹോദരൻ, സഹോദരി എനിക്കുള്ളത്. എൻ്റെ ഫാമിലി ഇപ്പോൾ ഞങ്ങളിവിടെ സെറ്റിലാണ്. വൈഫ് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു. ഒരു മകനുണ്ട്.
ഇപ്പം നമ്മൾ ആശിഷിൻ്റെ ഫാമിലിയുടെ ഒപ്പമാണ് ഇരിക്കുന്നത്. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇതാണ് എൻ്റെ ഫാമിലി, വൈഫ് സ്മിത, ഞങ്ങളുടെ മകൻ അഭിഷിക്, ഇപ്പോൾ പ്ലേ സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കലാപരമായി നീങ്ങുമ്പോൾ മിമിക്രിയും ആങ്കറിങ്ങും എല്ലാം ഇത് ഡ്രാമ ഒക്കെ ആയിട്ട് നീങ്ങുമ്പോൾ ചേച്ചിയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവാറുണ്ടോ? ഫുൾ സപ്പോർട്ടുണ്ട്. സപ്പോർട്ടല്ലേ. ആശിഷ് ദൂരെ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ട്രാവൽ ചെയ്ത് പോകുമല്ലോ ഇപ്പോൾ കുറേ പ്ലേസസിൽ. അപ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ കുട്ടിയുടെ കാര്യം ജോബൊക്കെ എല്ലാം കൂടി? മോനെ ഡേ കെയറിലാക്കും, പിന്നെ ഞാൻ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കും. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദി. അപ്പോൾ താങ്കളുടെ കലാജീവിതം ഇനിയും ഉയരങ്ങളിൽ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഐ എം സ്റ്റോപ്പിംഗ് ദിസ് ആൻഡ് താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഏതായാലും ഇങ്ങനെ ഒപ്പം എന്ന ഈ പ്രോഗ്രാമിനോടൊപ്പം ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ പറ്റിയതിൽ, ഒപ്പത്തിനോടൊപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നന്ദി. ഇനി ചില മുംബൈ വാർത്താ വിശേഷങ്ങൾ കാണാം. മുംബൈ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനയാണ് ഡോംബിവില്ലി കേരള സമാജം. വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റം നടത്തുന്ന സ്ഥാപനങ്ങൾ സ്വന്തമായുള്ള സംഘടന ഈ മേഖലയിലെ വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായ ഡോംബിവില്ലി കേരളീയ സമാജത്തിന്റെ കീഴിലുള്ള കമ്പൽപ്പാട മോഡൽ കോളേജിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂജയും ഉദ്ഘാടനവും ചെയർമാൻ ഒ പ്രദീപും ജനറൽ സെക്രട്ടറി വി രാജേന്ദ്രൻ നായരും ചേർന്ന് നിർവഹിച്ചു. മോഡൽ കോളേജിൻ്റെ സ്വപ്ന പദ്ധതിയുടെ 2ാം ഭാഗം ഇന്ന് തുടങ്ങുകയാണ്. മുംബൈ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഏറ്റവും ഒരു നല്ല ഇൻഫ്രാസ്ട്രക്ചർ കോളേജായി മാറ്റുവാനുള്ള വലിയൊരു ഉദ്യമത്തിലാണ് ഡോംബിവില്ലി കേരളീയ സമാജം. പ്രസിഡന്റ് വി നാരായണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ കെ ദാമോദരൻ, വൈസ് പ്രസിഡന്റ് NM ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. കല്യാൺ ചിന്മയ മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാമി ചിന്മയാനന്ദ ജന്മദിനം ആഘോഷിച്ചു. സ്വാമി ചിന്മയാനന്ദയുടെ 102ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കല്യാൺ ചിന്മയ മിഷൻ സ്റ്റഡി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കല്യാൺ ഈസ്റ്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ സംഗീത സന്ധ്യ, ഭജനകൾ കോർത്തിണക്കിയ ചിന്മയ കല്യാണം ഭജനാവലി എന്ന പുസ്തക പ്രകാശനം എന്നിവ നടന്നു. ആചാര്യ വിവേക് ജി, സേവക് ഗോപൻജി, സംഗീതാധ്യാപകൻ കൃഷ്ണമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ മുംബൈ വിശേഷങ്ങൾ അവസാനിക്കുന്നു. നമസ്കാരം. മറുനാട്ടിലെ വിശേഷങ്ങൾ വിശദമായി അവതരിപ്പിക്കുന്നതിൽ ഒട്ടും മടിയില്ലെന്ന് പറഞ്ഞാണ് കേരള കൈറ്റ് ഇത്തവണ യാത്രയാകുന്നത്. മലയാളികളുടെ വേറിട്ട വിശേഷങ്ങളുമായി വീണ്ടും കാണാം.